ഗൈസ്, അപ്പോൾ നമ്മൾ ബേബി ജെം സൂട്ടിൻ്റെ കട്ടിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ ബോഡിയുടെ ഇറക്കം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വണ്ണം വരുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇനി നെക്ക് കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് വീതിയാണ് നെക്കിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആം ഹോൾസ് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അതേ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഷോൾഡർ ഫുൾ ലെങ്ത്ത് നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് എടുക്കുമ്പോൾ 4 ആണ്. അപ്പോൾ 2 ഇഞ്ച് നെക്കിന് പോയി ബാക്കി 2 ഇഞ്ച്. അതിനുശേഷം നെക്ക് ഇതേന്ന് റൗണ്ടിന് കൊടുക്കുക. അതുപോലെ ആം ഹോൾസും റൗണ്ടിന് കൊടുക്കുക. നെക്ക് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ആം ഹോൾസ് ഒന്ന് റൗണ്ട് കൊടുത്ത് ഫുൾ കട്ട് ചെയ്ത് നമുക്ക് ബോഡി ഭാഗം മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ ബോട്ടം ഭാഗമാണ്. ബോട്ടം ഭാഗത്തിൻ്റെ ഇറക്കം വരുന്നത് 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് എന്ന് പറയുന്നത് അടിഭാഗം മടക്കി അടിക്കാനും അതുപോലെ മുകളിലത്തെ തയ്യൽ തുമ്പ് അടക്കാണ് കേട്ടോ. അതുപോലെ ബോഡി ഭാഗം 2ആക്കി തുണി മടക്കി ഇട്ടിട്ട് 16 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 2ആക്കി മടിക്കാൻ വീണ്ടും ഒരു മടക്കൂടെ ഫോൾഡും കൂടെ ചെയ്തിട്ട് 4ആയിട്ട് ഇപ്പോൾ നിൽക്കും. ഇങ്ങനെ ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ ഇനി മെഷർമെൻറ്റ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അരവണ്ണം, കുട്ടിയുടെ അരവണ്ണം നോക്കാം. അരവണ്ണം ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 6 ആണ്. 6 എന്ന് പറയുമ്പോൾ 6ൻ്റെ 4 ഇരട്ടി, അപ്പോൾ 24 ആയിരിക്കും നമ്മുടെ അരവണ്ണം വരിക. അപ്പോൾ 24-ന് നല്ലൊരു ഭാഗം 6 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അടിയിലേക്ക് നമ്മൾ 6.5 കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് യോജിപ്പിച്ചു, അതൊന്നൊരു സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്തു. അതുപോലെ എന്നിട്ട് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ആം ഹോൾസിനൊക്കെ കൊടുക്കണ പോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു അടിഭാഗമാണ് നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ബോട്ടത്തിൻ്റെ കട്ടിങ്ങിൽ വരുന്നത്. പിന്നെ അടിഭാഗമാണ്. അടിഭാഗം നമുക്ക് എത്ര പലാസോ ആയി നിൽക്കണോ അത്രയ്ക്ക് വീതി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരുവിധം 6 തന്നെയാണ് പലാസോ അടിഭാഗത്തിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. അപ്പോൾ 6ൻ്റെ അവിടേക്ക് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ ആ ഒരു സ്ക്വയറിൻ്റെ തുമ്പ് ഭാഗമില്ലേ, ആ ഒരു തുമ്പ് ഭാഗത്ത് നിന്ന് നമ്മളിവിടേക്ക് പോയിൻ്റ് ചെയ്ത ഈ 6ൻ്റെ പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് വെക്കാം. അവിടേക്ക് നേരെ സ്ട്രെയിറ്റിനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ബോട്ടത്തിൻ്റെ സ്റ്റിച്ചിങ് അല്ല കട്ടിങ് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് അധികം കട്ട് ചെയ്യാനൊന്നുമില്ല. സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ അത്രയ്ക്കൊന്നുമില്ല. ഇത് സിമ്പിളായിട്ട് നമ്മൾ ജംപ് സൂട്ടിന് വേണ്ടിയല്ലേ. അപ്പോൾ ഇത്രയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ തുമ്പ് ഭാഗം ഒന്ന് നീട്ടി കുറച്ച് അങ്ങോട്ട് പുറത്തേക്ക് നീട്ടി കട്ട് ചെയ്യണം. 6-നേക്കാട്ടും കുറച്ച് കൂടുതലായിട്ട്. എന്നാലാണ് മടക്കി അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോട്ടം ഭാഗത്തിൻ്റെ കട്ടിങ് വരുന്നത്. ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 2 പീസായിട്ട് കിട്ടും. ഇനി സ്റ്റിച്ചിങ്ങിന് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിപ്പോൾ കട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.